ഇന്ന് പവിത്രോപന ഏകാദശി. ഇതിനെ പുത്രദ ഏകാദശി എന്നുകൂടി പറയുന്നു. ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു തന്ന് എന്നോട് കരുണ കാണിക്കണമേ മധുസൂദന. ഇത് കേട്ട് പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞു, തീർച്ചയായും ഈ പവിത്രമായ ഏകാദശിയെപ്പറ്റി കേൾക്കുന്നതിലൂടെ ഒരാൾക്ക് അശ്വമേധയാഗം നടത്തുന്നതിന് തുല്യമായ പുണ്യം ലഭിക്കുന്നു. ദ്വാപരയുഗത്തിൻ്റെ തുടക്കത്തിൽ മഹിജിതൻ എന്ന രാജാവ് മഹിഷ്മതിപുരി എന്ന രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന് പുത്രനില്ലായിരുന്നു. വളരെ കാലമായി ഈ രാജാവ് ഒരു അനന്തരാവകാശി ഉണ്ടാകുവാൻ ആഗ്രഹിച്ചു. ഒരിക്കൽ അദ്ദേഹം തൻ്റെ ഉപദേഷ്ടാക്കളുടെ ഒരു യോഗത്തിൽ പറഞ്ഞു, ഈ ജന്മത്തിൽ ഞാൻ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഖജനാവിൽ അന്യായമായി സമ്പാദിച്ച സ്വത്തുമില്ല. ഒരിക്കലും ദേവന്മാർക്കോ ബ്രാഹ്മണർക്കോ അർഹതപ്പെട്ടവ തട്ടിയെടുത്തിട്ടില്ല. പ്രജകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചു. എന്നിട്ടും എനിക്കൊരു പുത്രനെ ലഭിച്ചില്ല. ദയവായി ഇതിനുള്ള കാരണം എന്നോട് പറഞ്ഞു തരാമോ? രാജാവിന് മറുപടി നൽകുന്നതിനായി അവർ വിവിധ ആശ്രമങ്ങൾ സന്ദർശിച്ചു. ഒടുവിൽ അവർ ഒരു ഋഷിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായി നിയന്ത്രണത്തിലായിരുന്നു. അദ്ദേഹം വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അതിനിപുണനായിരുന്നു. അദ്ദേഹം തപശ്ചര്യയിലൂടെ തൻ്റെ ആയുസ് ബ്രഹ്മദേവൻ്റെ ആയുസ്സാക്കി ഉയർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ലോമാസ ഋഷി എന്നാണ്. ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ബ്രഹ്മദേവൻ്റെ ഓരോ കൽപ്പവും കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓരോ രോമം കൊഴിഞ്ഞു വീഴും. രാജാവിൻ്റെ എല്ലാ ഉപദേഷ്ടാക്കളും അദ്ദേഹത്തെ സമീപിച്ച് പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം അവരുടെ ആഗമന ഉദ്ദേശം പറഞ്ഞു. അല്ലയോ ഋഷിയെ, ഞങ്ങളുടെ മഹാഭാഗ്യം കൊണ്ടാണ് അങ്ങയെ കാണുവാൻ കഴിഞ്ഞത്. വളരെ ഗുരുതരമായ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കുവാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ രാജാവായ മഹിജിതന് ഒരു പുത്രനില്ല. എന്നിരുന്നാലും അദ്ദേഹം പ്രജകളായ നമ്മളെ പുത്രന്മാരെ പോലെയാണ് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. അതിനാൽ രാജാവിൻ്റെ ദുഃഖത്താൽ ഞങ്ങൾ വളരെ ദുഃഖിതരായി മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ദയാലുവായ രാജാവിന് എങ്ങനെ ഒരു പുത്രനെ ലഭിക്കുമെന്ന് പറഞ്ഞു തരണമേ എന്ന് അവർ താഴ്മയായി അപേക്ഷിച്ചു. അവരുടെ ആത്മാർത്ഥമായ അപേക്ഷ കേട്ട ശേഷം ഋഷി ധ്യാനത്തിൽ മുഴുകി രാജാവിൻ്റെ മുൻ ജന്മത്തിലെ ജീവിതം മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ രാജാവ് മുൻ ജന്മത്തിൽ ഒരു വ്യാപാരിയായിരുന്നു. തൻ്റെ സമ്പത്ത് അപര്യാപ്തമായി തോന്നിയതിനാൽ അദ്ദേഹം പാപപ്രവൃത്തികൾ ചെയ്തു. തൻ്റെ സാധനങ്ങൾ വ്യാപാരം ചെയ്യുവാൻ പല ഗ്രാമങ്ങളിലും സഞ്ചരിച്ചു. ഒരിക്കൽ ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ പിറ്റേന്ന് ഒരിടത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വല്ലാത്ത ദാഹം അനുഭവപ്പെടുകയും വെള്ളം കുടിക്കുവാൻ കുളത്തിനരികിൽ എത്തുകയും ചെയ്തു. എന്നാൽ ആ കുളത്തിനരികിൽ ഒരു പശു തൻ്റെ നവജാത കിടാവുമായി ദാഹിച്ച് വെള്ളത്തിനായി അവിടെ എത്തിയിരുന്നു. പശുവും കിടാവും വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ വ്യാപാരി അവരെ പരുഷമായി മാറ്റി നിർത്തി. എന്നിട്ട് സ്വാർത്ഥതയോടെ സ്വന്തം ദാഹം ശമിപ്പിച്ചു. ഒരു പശുവിനോടും കിടാവിനോടുമുള്ള ഈ കുറ്റകൃത്യമാണ് നിങ്ങളുടെ രാജാവിന് ഈ ജന്മത്തിൽ പുത്രനില്ലാത്ത അവസ്ഥയ്ക്ക് കാരണമായത്. എന്നാൽ മുൻ ജന്മത്തിൽ ചെയ്ത സത്പ്രവൃത്തികൾ മൂലം അദ്ദേഹത്തിനൊരു സ്വസ്ഥമായ രാജ്യത്തിൻ്റെ മേൽഭരണം ലഭിച്ചു. ഇത് കേട്ട് രാജാവിൻ്റെ ഉപദേഷ്ടകർ പറഞ്ഞു, നമ്മുടെ രാജാവിൻ്റെ പാപങ്ങൾ നശിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും നിർദ്ദേശം ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ മേൽ ദയ കാണിക്കണമേ. അപ്പോൾ ലോമാസ ഋഷി പറഞ്ഞു, ശ്രാവണ മാസത്തിലെ പഞ്ചവത്സരത്തിൽ വരുന്ന പുത്രദ എന്ന ഏകാദശിയുണ്ട്. ഈ ദിവസം നിങ്ങളുടെ രാജാവ് ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും ഉപവസിക്കുകയും രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയും വേണം. നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം പാലിക്കപ്പെടണം. പിന്നെ ഈ വ്രതത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ പുണ്യവും നിങ്ങൾ രാജാവിന് നൽകണം. എൻ്റെ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ തീർച്ചയായും രാജാവിനൊരു നല്ല പുത്രൻ ലഭിക്കും. ഇത് കേട്ട് എല്ലാവരും സന്തോഷിക്കുകയും ശ്രാവണ മാസം വന്നപ്പോൾ മഹിഷ്മതിപുരിയിലെ എല്ലാവരും ഏകാദശി വ്രതം എടുത്തു. അടുത്ത ദിവസം അവർ തങ്ങൾ ആർജിച്ച പുണ്യം രാജാവിന് നൽകി. ഇതിലൂടെ രാജാവിനൊരു സന്താന സൗഭാഗ്യം ലഭിച്ചു. ഇഹത്തിലും പരത്തിലും സന്തോഷം ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ പുണ്യദിനത്തിൽ എല്ലാ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും വർജിച്ചുകൊണ്ട് ഉപവസിക്കണം. തീർച്ചയായും ഈ ഏകാദശി മഹത്വം കേൾക്കുന്ന വ്യക്തി എല്ലാ പാപങ്ങളിൽ നിന്നും പരിപൂർണമായി മുക്തനാകുന്നു, ഒരു നല്ല പുത്രനാൽ അനുഗ്രഹിക്കപ്പെടുന്നു, മരണശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ഇന്നത്തെ ഏകാദശിയുടെ പാരണ സമയം നാളെ രാവിലെ 6:16 10:26 ഇടയ്ക്ക്. എല്ലാവർക്കും ഏകാദശി ആശംസകൾ. ഹരേ കൃഷ്ണ.